ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു കുട്ടി വ്ളോഗ്സ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഷ്യാമിൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോസ് ആയിരിക്കും കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പന്തലിടാൻ മറ്റേ പട്ടവട്ടം വന്നേക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് ഇത് കണ്ടായിരുന്നു. എന്താ പറയുക ഇളനീര് വെട്ടി കുടിക്കുക. ಕೈ ಹುಷಾರ್ಲೆ ಕುಟ್ಟ ಚೆನ್ನಾಗಿ ಕುಟ್ಟ ಜೋರ ಕುಟ್ಟ ಕೈಗ ಕಂಬೇಡ ಕುಟ್ಟಕ್ ಬರಲ್ಲ ಫ್ರೆಂಡ್ಸ್. ಹೇಳ ನೀಲ್ಲೊಂಡೇ ಇರಲ್ಲ ಚರ ಏನ್ ಮಾಡ್ತಿದ್ಯಾ ಚರ? ನಿಧಾನ ಕೊಡಿ, ನೋವಾತಲ್ಲ. ನೋಡಿ ಇವಾಗ ಫೋರ್ಸ್ ಹೊಡಿದ್ದಾನೆ ನೋಡಿ, ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಹೆಂಗ್ ಕುಡಿತಾನೆ. ಚಲ್ಕಣ ಸ್ವಲ್ಪ ಜಾಸ್ತಿ ಅವ್ರ ಪ್ಯಾಂಟ್ ಅಲ್ಲೆಲ್ಲ ಚಲ್ಕೊಂಡವನೆ. ಟಾರ್ಚ್ ಹಾಕೊಂಡು ನೋಡ್ತೀಯಾ? ಎಳ್ನೀರು ಕಾವಾಲ. ನಾನು ನಿನ್ ಮೇಲೆ ಪ್ರೀತಿ ಆಗ್ಬಿಟ್ಟೈತೆ, ചരൺ മേൽ ക്രഷ് ആകൈತೆ. പട്ട വെട്ടാൻ പോവാ പന്തലിടെ. ഇവിടുത്തെ കല്യാണത്തിന് തലേ ദിവസം 2 ദിവസം മുന്നൊക്കെ വീട്ടിൻ്റെ മുമ്പത്ത് പട്ടയൊക്കെ വെച്ച് മറ്റേ പന്തലൊക്കെ ഇട്ട് തെങ്ങിൻ്റെ പട്ടയും കൊണ്ട് പന്തലൊക്കെ ഇട്ട് എന്തൊക്കെ ചെയ്യുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് പട്ട വെട്ടാൻ വരുവാ. കാണാനില്ല, നല്ല ഹൈറ്റില്ല. ഇതും കൊണ്ട് മുറിക്കാൻ പറ്റുമോ എന്തോന്ന് അറിഞ്ഞൂടാ, നോക്കണം. ಎಷ್ಟು ಬೇಕಾಗ್ತದ? ಎಷ್ಟು ಬೇಕಾಗ್ತದ? ಅತ್ತ ಹಾಂ, ಅದು ಆಯ್ತು. ಮೇಲೆ ಹಾಕೊಂಬೋದು. ಕಮಾನ್. ഈ പട്ടയം കൊണ്ടുപോയിട്ട് ഇതിനെന്തോ പിണഞ്ഞിട്ട് പന്തൽ പോലെയൊക്കെ ഉണ്ടാക്കുന്നു. എന്നിട്ട് അവരുടെ എന്തോ ആചാരമോ പൂജയോ എന്തൊക്കെയോ ഉണ്ടെന്ന്. അപ്പം അതൊക്കെ കാണിച്ചു തരാം, അടുത്ത പാട്ടിൽ വരുമായിരിക്കും. ഇനിയും വേണമെന്ന് ഇതുപോലത്തെ ഒരു 10-12 പട്ടയൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. നോക്കാം. അപ്പോൾ ഞാനും കൂടി പോയിട്ട് കുറച്ച് ഹെൽപ്പ് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി ഇതിൻ്റെ പാർട്ട് കാണിച്ചു തരാം. ಅದು ಫುಲ್ಲು ಹಣ್ಣಾಗಿ ಒಣಗೋಗಿತ್ತು. 4 പട്ടേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനിയും വേണം, ഒരു 8-10 വേണം. അപ്പോൾ അതുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുക. ശ്യാമിൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് നട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക പന്തലിടാൻ ഓരോരോ കാര്യങ്ങളെ. ഇനി ഏത് തെങ്ങിൻ്റെ പട്ട വെട്ടണം നോക്കിക്കൊണ്ടിരിക്കുക. 4 വെട്ടിയിട്ടിട്ടുണ്ട്, പക്ഷെ തികയൂല, ഇനിയും വേണം. ആലോചിച്ചുകൊണ്ടിരിക്കുക. ಇದಕ್ಕೆ ಕಾಸು ಕೇಳೋದು. പന്തലിടാൻ പെടണം പാടേ. തേങ്ങപ്പട്ടയും കൊണ്ട് തന്നെ ഇടണം എന്ന് പന്തല്. എന്താലേ അച്ഛാ, ഹൗ വാസ് ദ ഫീലിംഗ്? ഫീലിംഗ് ഗുഡാ? ഹോറിബിളാ? അതിപ്പോൾ ഞാൻ പിടിക്കണം. ഓക്കെ, വീണില്ല. വീണ് താഴെ ഇറങ്ങിയില്ല. ಓಕೆ, ಇಲ್ಲ ಸೈಡಿಗೆ ಬರ್ತದೆ ಬಿಡ, ಕೆಳಕ್ಕೆ ಬಿಡ್ತದೆ ಅನ್ಕೊಂಡಿದ್ದೀನಿ, ಗೊತ್ತಿಲ್ಲ. ನೀನು ಬೀಳ್ಸಿ, ನಾ ಕ್ಯಾಚ್ ಮಾಡ್ಕೊತೀನಿ.
ഓക്കെ, അത് മേത്ത് വീഴുണ്ടോ? ಚಿಕ್ಕದಂತಲ್ಲ ಖಂಡಿತ താഴെ വീണ്. നൈസ്. അപ്പോൾ ഇനി അടുത്തതും കൂടി പറിക്കാം. ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ സെറ്റാക്കാം. ഇതൊക്കെ പെറുക്കി കൊണ്ടുപോയിട്ട് അവിടെ അടുക്കി വയ്ക്കണം. പക്ഷെ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതാണ്. കാറും കൊണ്ടാണ് വന്നേക്കുന്നത്. കാറിൽ എങ്ങനെ ഇട്ടുകൊണ്ട് പോകും നോക്കാം. വാഴയും പട്ടയൊക്കെ വെട്ടിയിട്ടുണ്ട്. ഈ കാറിനകത്താക്കിയിട്ടാണ് കൊണ്ടുപോകണം. എങ്ങനെ കൊണ്ടുപോകണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എല്ലാം കെട്ടി ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാറിനകത്താക്കി എങ്ങനെ കൊണ്ടുപോകുന്നൊരു പിടിയില്ല. നോക്കാം. ഇതുപോലെ കാറിലാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. ഇപ്പം രാത്രിയായി കേട്ടോ. ഞാൻ വീട്ടിൽ പോയിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നായിരുന്നു. അതുകൊണ്ട് കുറച്ച് ലേറ്റായി. പക്ഷെ ഒരു കാറിൽ ഈ പരുവത്തിലാക്കിയിട്ടാണ് ആ പട്ടയൊക്കെ കൊണ്ടുവന്നത്. ഇനി അകത്തേക്ക് വെക്കണം. ഇറക്കാൻ പാട് വിടുന്നതാണ്. അമ്മാതിരി കെട്ടിയിട്ട് കാറിൻ്റെ അകത്ത് പോയിട്ട് കയറ്റി. ഞാൻ അങ്ങോട്ട് പോകുന്നത് ബൈക്കിൻ്റെ മേലെ ഇരിക്കുക. ഞാൻ ഇപ്പോൾ വന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരു നേരെ അകത്തോട്ട് എടുത്തോണ്ട് ഞാൻ ഈ ബൈക്കൊന്ന് ഒതുക്കി എടുക്കണം. അവിടെ എന്തോ പരിപാടിയായിട്ട് മൊത്തം കാറും കാര്യങ്ങളൊക്കെ നിൽക്കുമോ. ഇത് ബൈക്കൊന്ന് ഒതുക്കിയിട്ടിട്ട് അകത്തോട്ട് കയറിപ്പോ. പോവും. നമ്മൾ ശ്യാമിന്റെ വീട്ടിലോട്ട് വന്നതാ. ഇവിടെ എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. ഫുള്ള് ആൾക്കൂട്ടം നിറച്ച് വണ്ടി. റോഡ് സൈഡിൽ മൊത്തം വണ്ടികളൊക്കെ ഇട്ടിട്ട് മൊത്തം ബ്ലോക്കായി കിടക്കുക. അങ്ങോട്ട് ഇല എന്തോ എടുക്കാനായിട്ട് പോകണം. അപ്പോൾ അവിടെ ഫുള്ള് നിറച്ച ആൾക്കാരാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ പോകുമെന്നറിയില്ല. 1-2 പേരെയൊക്കെ വണ്ടി ഇടിച്ചായിരുന്നു ഓൾറെഡി. നോക്കാം എങ്ങനെ പോകുമെന്നറിയില്ല. സോ ഹേ ഗൈസ്, അപ്പോൾ ഇന്നലെ കട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ വരുന്നത് രാവിലെയാണ്. ഓക്കെ, അപ്പോൾ ഇന്നലെ കട്ട് ചെയ്തിട്ട് നമ്മൾ വരുന്നത് രാവിലെയാണ്. അപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ഒരു 6-6:30 ആയി കാണും. അപ്പോൾ നമ്മളെ കെയർ മാർക്കറ്റിൽ എത്തിയിരിക്കുക. ഇന്നിപ്പോൾ ശ്യാമിൻ്റെ വീട്ടിൽ എന്തോ പരിപാടിയില്ലേ. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൂ വാങ്ങാൻ വന്നിരിക്കുക കെയർ മാർക്കറ്റിൽ. അപ്പോൾ ഇനി മാർക്കറ്റിലെ കാഴ്ചകൾ കാണാം. ഓക്കെ, എല്ലാം നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കും കേട്ടോ. ഇത് ഫുള്ളും അങ്ങനെയാണ്. 2 സൈഡും ഉണ്ട് ഇതേപോലെ നല്ല അടിപൊളി ബൊക്കെകളൊക്കെ. ഇതിന്റെ അപ്പുറത്തോട്ട് ഇനി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടിപൊളി.